ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് I&E. I&E is like P&L. I&E, income and expenditure account. Income and expenditure account. Income and expenditure account is prepared. Income and expenditure account is prepared in order to find out the surplus or deficit. Income and expenditure account is like P&L. Trading P&L പോലെ income and expenditure account. Income and expenditure account is a nominal account. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഏത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് പറഞ്ഞാൽ എന്താ? അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ഇൻകം ആൻഡ് എക്സ്പെൻസ്. അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് എന്ത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതുകൊണ്ട് എല്ലാ എക്സ്പെൻഡിച്ചറുകളെയും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ എക്സ്പെൻഡിച്ചറുകളെയും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ എക്സ്പെൻഡിച്ചറേയും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എല്ലാ ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എല്ലാ എക്സ്പെൻഡിച്ചറിനെയും ഡെബിറ്റ് ചെയ്യണം. എല്ലാ ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സെറ്റ് അല്ലേ? അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ആരെ കാണിക്കുക? ഇൻകം, എക്സ്പെൻസ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നമ്മൾ ഏത് ഐറ്റംസ് മാത്രമേ കാണിക്കുള്ളൂ? റവന്യൂ നേച്ചർ ഐറ്റംസ് മാത്രമേ കാണിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ അസറ്റ് വാങ്ങി, അസറ്റ് വിറ്റു, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യൂല. ഓൺലി റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ്, ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻ ഈസ് നോട്ട് ഹാവിങ് എനി പ്ലേസ് അല്ലെങ്കിൽ എനി സ്പേസ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കൂല. ഏത് മാത്രമേ? റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ് മാത്രമേ കാണിക്കുള്ളൂ. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് കാണാന്നുള്ളതാണ്? സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കാണാന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മറ്റൊരു ഒബ്ജക്റ്റീവും കൂടെ ഉണ്ട്. സർപ്ലസ് ഒരു ഡെഫിസിറ്റ് കാണുക എന്നല്ലാതെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മറ്റൊരു ഒബ്ജക്റ്റീവും കൂടെ ഉണ്ട്. എന്താ പറയാൻ പറ്റുമോ? സർപ്ലസ് ഒരു ഡെഫിസിറ്റ് കാണുക എന്നുള്ളതല്ലാതെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ മറ്റൊരു ഒബ്ജക്റ്റീവും കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? എന്താണ് പറഞ്ഞേ? പറഞ്ഞടാ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ മറ്റൊരു ഒബ്ജക്റ്റീവും കൂടെ ഉണ്ട്. P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താ? നോമിനൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നോമിനൽ അക്കൗണ്ട്സ് പിന്നെ എന്താണ്? വേസ്റ്റ് ബാസ്ക്കറ്റിലിട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നോമിനൽ അക്കൗണ്ട്സ് ഇല്ലേ? ഏത്? നമുക്ക് ഡൊണേഷൻ ഉണ്ട്, അങ്ങനെ ഈ വർഷം ക്ലോസ് ചെയ്യേണ്ട ഇൻകം ആൻഡ് എക്സ്പെൻസ് ഓഫ് എനി എൻറ്റിറ്റി ഷുഡ് ബി ക്ലോസ്ഡ്. ഇറ്റ് വിൽ നോട്ട് ബി ക്യാരിഡ് ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സാലറിക്ക് എന്ത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസ്. സാലറിന് നമ്മളെവിടെ എഴുതുക? ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, ക്രെഡിറ്റ് സൈഡിൽ എഴുതുക? ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ എന്താ നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുക? പറഞ്ഞേ. സാലറി അല്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു സാലറി. ഡെബിറ്റിലെ സാലറി ക്ലോസ് ആവാൻ സാലറിനെ ക്രെഡിറ്റ് ചെയ്യണ്ടേ? സാലറി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് വരെ? എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ എന്താ എൻട്രി പാസ് ചെയ്യുക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു സാലറി. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് കാണാന്നില്ലേ? സർപ്ലസ് ഓർ ഡെഫിസിറ്റ് കാണുക എന്നുള്ളതും അതേപോലെ തന്നെ ഏത്? നോമിനൽ അക്കൗണ്ടുകളെ ക്ലോസ് ചെയ്യുക എന്നുള്ളതും. അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണോ, ക്യാഷ് പ്ലസ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണോ നമ്മൾ കാണുക? റെക്കോർഡ് ചെയ്യുക. ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണോ, ക്യാഷ് പ്ലസ് നോൺ ക്യാഷ് ആണോ? ഏതാടാ? രണ്ടും, ക്യാഷ് പ്ലസ് നോൺ ക്യാഷ്. നമ്മൾ അക്രൽ ബേസിസിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കാണുക. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മൾ സാലറി 12 മാസത്തെ സാലറിയാണ് ഉള്ളത്, 10 മാസത്തെ കൊടുത്തു. അപ്പോൾ R&Pയിൽ എത്ര സാലറി കാണുക? 12 മാസത്തെ സാലറിയിൽ 10 മാസത്തെ സാലറി കൊടുത്തുള്ളൂ. ഓൺലൈൻ പീപ്പിൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ മറ്റേ R&Pയിൽ എത്ര മാസത്തെ സാലറി കാണുക? 10. മറ്റേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എത്ര കാണുക? 12. ഓക്കെ. അപ്പോൾ 2 കൊടുക്കാലേ ഇല്ലേ? അതെവിടെ ഉണ്ടാവും? കൊടുക്കാല് 2 എവിടെ ഉണ്ടാവും? കൊടുക്കാല് 2 എവിടെ ഉണ്ടാവും? ബാലൻസ് ഷീറ്റിൽ. ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി ഉണ്ടാവില്ലേ? ഇൻട്രസ്റ്റ് ഓൺ FD നമുക്ക് 11 മാസം കിട്ടി, 12 മാസമാണ് കിട്ടേണ്ടത്. അപ്പോൾ R&Pയിൽ എത്ര ഉണ്ടാവുക? 12 മാസത്തെ. ഇൻട്രസ്റ്റ് ഓൺ FD 11 മാസം കിട്ടി. അപ്പോൾ R&Pയിൽ എത്ര ഉണ്ടാവുക? 11 മാസം. മറ്റേ I&Eയിലോ? 12. 12ൽ 11 അല്ലേ കിട്ടുള്ളൂ? ശ്രദ്ധിക്ക്. 12ൽ 11 അല്ലേ കിട്ടിയുള്ളൂ? അപ്പോൾ ഒന്നെന്താ? ബാലൻസ് ഷീറ്റിൽ. അസറ്റാ ലാബിലിറ്റിയാ? അസറ്റ്. എന്താണത്? റെസീവബിൾ ആണോ പേയബിൾ ആണോ? റെസീവബിൾ. റെസീവബിൾ ആണ്. ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും. ലോജിക്ക് ഓക്കെ ആണോ? ലോജിക്ക് ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ പറ, ഈ I&Eക്ക് ഏത് ബാലൻസ്? I&E ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇൻകം ആണ് എക്സ്പെൻസിനേക്കാളും കൂടുതലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനെ പറയും നമ്മൾ എന്ത്? പ്രോഫിറ്റ് അഥവാ സർപ്ലസ്. അതുപോലെ എക്സ്പെൻസ് ആണ് ഇൻകത്തിനേക്കാളും കൂടുതലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ലോസ് അഥവാ എന്ത് പറയും? ഡെഫിസിറ്റ് എന്ന് പറയും. ലോസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് പറയും. ഓക്കെ ആണോ? അപ്പോൾ ഒരു ഇയറിൽ നിങ്ങൾക്കറിയാം, ഒരു ഇയറിൽ നമുക്കുള്ള ലെഡ്ജർ ബാലൻസസ് പറഞ്ഞാൽ ഇവയൊക്കെയാണ്. ഏത്? അസറ്റ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ലാബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഇൻകം ഉണ്ട്.
കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ എക്സ്പെൻസ് നമ്മൾ എങ്ങോട്ട് ക്ലോസ് ചെയ്യും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ എക്സ്പെൻസിന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. എക്സ്പെൻസിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ വാട്ട് ഈസ് ദ എൻട്രി ദാറ്റ് വി പാസ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ലെറ്റർ ടു എക്സ്പെൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടു എക്സ്പെൻസ്. അതുപോലെ തന്നെ ഇൻകത്തിന് ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. എടാ ശ്രദ്ധിക്കണേ, ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇൻകത്തിന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? ഇൻകം അക്കൗണ്ട് ലെറ്റർ ടു ക്രെഡിറ്റുള്ള ഇൻകത്തിനെ ക്ലോസ് ചെയ്യാൻ ഡെബിറ്റ് ചെയ്യുക. ഇൻകം അക്കൗണ്ട് ലെറ്റർ ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ എന്താ ചെയ്യുക? ഡെബിറ്റാ ക്രെഡിറ്റാ ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി വിൽ ബി ഇൻകം അക്കൗണ്ട് ലെറ്റർ ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. സോ ഡിഡ് യു ഗെറ്റ് ആൻ ഓവറോൾ വ്യൂ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ വ്യൂ കിട്ടിയോ? അസറ്റ് വാങ്ങിയത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരില്ല. പക്ഷേ അസറ്റുമായി ബന്ധപ്പെട്ട എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരിക? ഡിപ്രീസിയേഷൻ. ഓക്കെ, ഇനി എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് ചെയ്യാനും ഇൻകം ക്രെഡിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ? എക്സ്പെൻസുകൾക്കൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണ്, ഇൻകത്തിനൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. പിന്നെ ഒരു സാലറി പറഞ്ഞ എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ സാലറിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇൻകം മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്താ? എക്സ്പെൻഡിച്ചർ ഇൻകം മാനേജ്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു സാലറി. ഓക്കെ ആണോ? അപ്പോൾ ഈ എക്സാമ്പിൾ എപ്പോഴും ഓർത്ത് വെക്കുക. ശ്രദ്ധിക്കണേ, സാലറി 10 മാസമാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ RNPയിൽ എത്ര മാസത്തെ സാലറി ഉണ്ടാവുക? 10 മാസത്തെ. പക്ഷേ INDയിൽ എത്ര മാസത്തെ സാലറി ഉണ്ടാവുക? 12 മാസം. ബാക്കി 12 മാസത്തെ കൊടുക്കാനായിട്ട് 10 മാസത്തേക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ 2 മാസത്തെ ഇനിയും കൊടുക്കാമല്ലേ? അതെവിടെ ഉണ്ടാവുക? ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റിയിൽ ഉണ്ടാവുക. ഈ ഒരു ഐഡിയ എന്ത് ചെയ്യുക? നിങ്ങളെ മനസ്സിലുണ്ടാക്കുക കേട്ടോ. യെസ്, കറക്റ്റ്.